അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീരീസിൻ്റെ നമ്മൾ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു സീരീസ് കൊടുത്തിട്ടുണ്ട്, ഒരു സീക്വൻസാണ് 1 2 3 അങ്ങനെ പോയി n വരെയാണ് വരുന്നത്. അപ്പോൾ ഞാനത് ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? SN എന്നിട്ട് ഓക്കെ 1 + 2 + 3 അങ്ങനെ പോയി n വരെ വരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് SN എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ നമുക്ക് SN തന്നെ എഴുതി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് തിരിച്ചെഴുതിയാലോ, അതായത് പുറകിൽ നിന്ന് എഴുതി നോക്കിയാലോ. n + n - 1 n - 2 n അങ്ങനെ പോയി 1 വരെ വരുന്നു. അതായത് എന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ആദ്യത്തെ സീരീസ് നോക്കിയപ്പോൾ 1 പിന്നെ 2 ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ എഴുതി നോക്കുമ്പോൾ പുറകിൽ നിന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ n അതിൻ്റെ മുന്നത്തെ നമ്പർ എന്തായിരിക്കും? എന്നിൽ നിന്ന് 1 കുറവ് അല്ലേ. അപ്പോൾ n - 1 പിന്നെ അടുത്തത് n - 2 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് n + n - 1 + n - 2 അങ്ങനെ പോയി 1 വരെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 × SN എന്ന് വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് n + 1, അതായത് ഫസ്റ്റ് ടേംസ് രണ്ടിൻ്റെയും n + 1, രണ്ടാമത്തത് 2 + n - 1 അങ്ങനെ വരുമ്പോൾ ഓവറോൾ നമുക്ക് എന്ത് കിട്ടും? n + 1 കിട്ടും. അതേപോലെ തന്നെ അടുത്ത ടേമോ കൂട്ടിക്കഴിഞ്ഞാൽ n + 1 കിട്ടും. അങ്ങനെ പോയി ലാസ്റ്റ് ടേം എന്തായിരിക്കും? വീണ്ടും n + 1 അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ ടേംസും n + 1 എന്ന് കിട്ടി. അപ്പോൾ എത്ര പ്രാവശ്യം n + 1 ആ സീരീസിൽ ഉണ്ടാവും? നമുക്കറിയാലോ. എങ്ങനെ എഴുതിയപ്പോഴും n ടേംസ് എന്നല്ല നമ്മൾ പറഞ്ഞത്. 1 തൊട്ട് എഴുതി പോയപ്പോൾ n വരെ വന്നു, തിരിച്ചെഴുതിയപ്പോഴോ n തൊട്ടല്ല തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് n ടേംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 × SN = n ടൈംസ് എത്ര പ്രാവശ്യം? n ടൈംസ് n + 1. ഓക്കെ, n ടൈംസ് n + 1 ആണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അവിടുന്ന് സം ഓഫ് n ടേംസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? SN എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ 2 നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം ബൈ 2 = n × n + 1/2. ഓക്കെ അല്ലേ. അപ്പോൾ SN = എന്താണ്? n × n + 1/2 അങ്ങനെയാണ് വന്നത്. അപ്പോൾ സം ഓഫ് n ടേംസ് ഓഫ് ഇപ്പോൾ തന്നേക്കുന്ന സീരീസ് നമുക്ക് എന്താ കിട്ടുന്നത്? n × n + 1/2. ഓക്കെ അല്ലേ. അതായത് 1 തൊട്ട് n വരെയുള്ള ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? n × n + 1/2. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടിയും കാര്യങ്ങൾ ഡീപ്പായിട്ടൊന്ന് പഠിച്ചു നോക്കിയാലോ. അതായത് n × n + 1 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ? n × n എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? എത്രാമത്തെ ടേമാണ്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം. അതായത് നമ്മൾ ഏത് സീരീസ് ആണോ എടുത്തേക്കുന്നത് അതനുസരിച്ചായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാം, ഫസ്റ്റ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ A1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം അത് 1 അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ AN എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം, അതായത് n. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? കുറച്ചും കൂടി സിംപ്ലിഫൈ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, AN എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആണ് എന്ത് വരുന്നത്? ആവറേജ് ആണ് ഇൻറ്റു ചെയ്യേണ്ടത് എന്നിനോട്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് സം കിട്ടുന്നത്. അങ്ങനെ പറയാൻ പറ്റും.